തോറ്റം പാട്ടിനൊപ്പം ചെണ്ടയുടെ മുഴക്കത്തിൽ ചുവടുവെച്ച് ആധിയും വ്യാധിയും അകറ്റാൻ വീടുകളിൽ കർക്കിടക തെയ്യങ്ങൾ എത്തിത്തുടങ്ങി. ഗ്രാമവഴികളിൽ ചിലങ്കകൾ കിലുക്കി നടന്നുവരുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. കർക്കിടകത്തിലെ ആദികളും വ്യാധികളും ആടിയൊഴിപ്പിക്കാനെത്തുന്ന കർക്കിടക തെയ്യങ്ങളുടെ വരവ് കാത്ത് ഗ്രാമങ്ങളിൽ വീടുകൾ ഒരുങ്ങി നിന്നു. നിറഞ്ഞു പെയ്യുന്ന മഴയത്തും വടക്കേ മലബാറിൽ വീടുകൾ തോറും കയറിയിറങ്ങുകയാണ് കർക്കിടക തെയ്യങ്ങൾ. മുഖത്തും ദേഹത്തും ചായം തേച്ച് കിരീടവും ചുവന്ന ആടയാഭരണങ്ങളും അണിഞ്ഞ കർക്കിടക തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം പ്രത്യേകതയാണ്. കർക്കിടകത്തിലെ മഴയെ വകവയ്ക്കാതെ വീടിന്റെ പടികടന്നെത്തുന്ന സങ്കല്പങ്ങളിലെ ഐശ്വര്യവാഹകരെ നിലവിളക്കേന്തി നാടും വീടും സ്വീകരിക്കുന്നു. കുട്ടിത്തെയ്യമെന്നും ആടിവീടൻ തെയ്യമെന്നും വിളിക്കുന്ന കർക്കിടക തെയ്യം വീടുകളിൽ മണികിലുക്കിയും ചെണ്ടമുട്ടിയും എത്തുമ്പോൾ വിളക്ക് തിരിയും മഞ്ഞളും ചുണ്ണാമ്പും കലർത്തിയ ഗുരുസിവെള്ളം തളികയിൽ നൽകുന്നു. തെയ്യം വീടിന് മുന്നിൽ ആടിയതിനു ശേഷം ഈ വെള്ളം കളത്തിൽ തിരിവെച്ച് വട്ടത്തിലൊഴിച്ചാൽ അവിടെ ദാരിദ്ര്യമോ പട്ടിണിയോ അസുഖങ്ങളോ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. തോറ്റം പാട്ടിനൊപ്പം ചെണ്ടയുടെ മുഴക്കത്തിൽ ചുവടുവയ്ക്കുന്ന കർക്കിടക തെയ്യം കാട്ടാള വേഷം ധരിച്ച ശിവനും പാർവതിയും എന്നാണ് ഐതിഹ്യം. ഈ തെയ്യത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പാർശ്വവസ്ത്രയുടെ കഥയാണ്. ശിവനും അർജുനന് പാർശ്വവസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പാർവതി കാട്ടാളത്തിയായിട്ട് ശിവൻ കാട്ടാളനായിട്ട് പുറപ്പെട്ടതാണ് പാർശ്വവസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് തോറ്റത്തിൽ പറയലെന്നെ വീരസകളി കുളീരതിൽ 16 മാരിവയം തെയ്യത്തിന് കാണിക്കയ്ക്ക് പുറമെ വീട്ടുകാർ അരിയും എണ്ണയും മറ്റും നൽകുകയും ചെയ്യും. മലയ സമുദായക്കാർ ആടിവേടൻ തെയ്യവും വണ്ണാൻ സമുദായക്കാർ വേടത്തി, നാൽക്കത്തായ സമുദായക്കാർ ഗളിഞ്ചൻ തെയ്യവുമാണ് കെട്ടിയാടുന്നത്. നാടിന്റെ ക്ഷേമത്തിനായി കർക്കിടകം 31 വരെ ഓരോ വീടുകളിലും കൈമണികളും കിലുക്കി കർക്കിടക തെയ്യമെത്തും. വീടുകൾ തോറും കയറിയിറങ്ങി മടങ്ങുന്ന കർക്കിടക തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം സൗന്ദര്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.